ചെവിക്ക് കേൾവിയുള്ളപ്പോ തോന്നും ആ ഞാൻ കേൾക്കുന്നു, കേട്ടറിവ്, കേട്ടറിവ്, കണ്ടറിവ്, കണ്ടറിവ്. സംസാരിക്കാൻ കഴിവുള്ളപ്പോ തോന്നും എനിക്ക് സംസാര ശേഷിയുണ്ട്, എനിക്ക് എന്തിനു കഴിയും എന്നുള്ള ഭാവം എല്ലാവരിലും ഉണ്ട്, എല്ലാ മനുഷ്യനിലും ഉണ്ട്. അത് നല്ലത് തന്നെയാണ്. എന്നാൽ അത് ഒക്കെയും ആ കേൾവി ശക്തിയും ഈ കാഴ്ച ശക്തിയും സംസാര ശക്തി അല്ലെങ്കിൽ ശേഷി, കാഴ്ചാശേഷി, കേൾവിശേഷി, സംസാരശേഷി അതൊക്കെ ഒരു നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് നിങ്ങളുടെ എല്ലാ അഹങ്കാരം, ഈഗോ നിങ്ങൾ തിരിച്ചറിയുന്നത്. അതുവരെ നിങ്ങൾ പറയും എനിക്കൊന്നും വേണ്ട, എനിക്കൊന്നും വേണ്ട, എനിക്ക് എല്ലാത്തിനും കഴിയും, ഞാൻ നിങ്ങൾക്ക് അങ്ങോട്ട് തന്നുകൊണ്ടേയിരിക്കും, നിങ്ങൾ എനിക്ക് ഇങ്ങോട്ടൊന്നും തരണ്ട, എനിക്ക് എല്ലാത്തിനും കഴിയും എന്ന് നിങ്ങൾ ഓരോരുത്തരും പറയും. എന്നാൽ ഈ കാഴ്ചശക്തി നഷ്ടപ്പെടുമ്പോൾ, കേൾവിശക്തി നഷ്ടപ്പെടുമ്പോൾ, സംസാരശേഷി നഷ്ടപ്പെടുമ്പോൾ, എന്തിനേറെ ഇത്തിരി വെള്ളം പോലും ഇറക്കാൻ പറ്റാതെ വരുമ്പോൾ, അതായത് നിങ്ങൾക്ക് ശാരീരികമായിട്ട് നിങ്ങൾക്ക് യാതൊന്നും പറ്റാതെ വരുമ്പോൾ, എന്തിനേറെ ചിന്താശേഷി നഷ്ടപ്പെടുമ്പോൾ, ബുദ്ധി പോകുമ്പോൾ, എല്ലാം പോയി കഴിയുമ്പോഴാണ് സ്വന്തം അഹങ്കാരത്തെ തിരിച്ചറിയുന്നത്, സ്വന്തം മനസ്സിനെ തിരിച്ചറിയുന്നത്. ആ മനസ്സ് നിങ്ങളുടെ കയ്യിൽ നിന്ന് കൈവിട്ടു പോകുമ്പോഴാണ് നിങ്ങൾക്ക് എല്ലാം തിരിച്ചറിയുന്നത്. അപ്പോഴാണ് ഇപ്പൊ തോന്നും നാഗ എനിക്ക് പൈസ തരുന്നത് വേണ്ട എന്ന്. എല്ലാം അറിഞ്ഞ് സ്വയം ഒരിടത്തിരുന്ന് എല്ലാം തിരിച്ചറിയുമ്പോഴാണ്, ഒന്നിനും പറ്റാത്ത അവസ്ഥയിലേക്ക് വരുമ്പോഴാണ് നാഗ തരുന്ന, അല്ലെങ്കിൽ നാഗ എനിക്കൊരു 10 രൂപയെങ്കിലും തരുമോ, 1 രൂപയെങ്കിലും തരൂ, ഒരു 100 രൂപ തരുമോ നാഗ എന്നോട് ചോദിക്കുന്നത്. അല്ലെങ്കിൽ മറ്റുള്ളവരോട് ചോദിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരോട് ചോദിക്കാൻ പോലും പറ്റില്ല. ദുരഭിമാനം. കാരണം നിങ്ങളെ എത്ര നാളും നയിച്ചിരുന്നത് അഭിമാനമായ ദുരഭിമാനം. അപ്പൊ അത് കളയുക, ഞാൻ തരുന്നത് സ്വീകരിക്കുക. മനസ്സിലായോ? നിങ്ങൾ എനിക്ക് തന്നോളൂ, രാജശ്രീ എനിക്ക് തന്നോളൂ, പക്ഷെ ഞാൻ തരുന്നത് ചെറുതായാലും വലുതായാലും അത് സ്വീകരിക്കുക. നിങ്ങൾക്കിപ്പോ തോന്നും നിങ്ങൾക്ക് തരാനായിട്ട് ആളുണ്ട്, കൂട്ടുകാരുണ്ട്. നിങ്ങൾക്കൊരു പറ്റാത്ത അവസ്ഥ വന്നിട്ട് പോലും ഒരൊറ്റ കൂട്ടുകാര് നിങ്ങൾക്ക് കാണില്ല.